ഹലോ ICI ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നുണ്ടല്ലോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സാദിയ ദേവപ്പറമ്പിൽ, എൻ്റെ ഫ്രണ്ടും കൂടെയാണ്. ആളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ 3 ടൈപ്പ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് മോംസിനുള്ളത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് നോക്കാമേ. ഇതിനായിട്ട് നമുക്ക് ആവശ്യം ഗോതമ്പ് മാവാണ്. അപ്പം ഒരു മിക്സർ ജാറിലേക്ക് നമുക്ക് ഗോതമ്പ് മാവ് എടുക്കാം. 1 കപ്പ് ഗോതമ്പ് മാവാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാമേ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കളറ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 മുട്ട ചേർത്ത് കൊടുക്കുക. 1 കപ്പിന് 2 മുട്ടയാണ് ചേർക്കുന്നത്. ഇപ്പം മുട്ട ചേർക്കാത്തവരാണെങ്കിൽ ഇത് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി നമുക്കിതൊന്ന് അരച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അരച്ച് കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെ സ്മൂത്തായിട്ടൊരു ഡോ കിട്ടും. അത് നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്തോണേ, ഓക്കെ ആണോ എന്ന്. പിന്നെ ഒരു സ്വല്പം കൂടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. നമുക്ക് ഈ ഒരു പരുവത്തിലാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസും അല്ല, എന്നാൽ തിക്കുമല്ല. ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു തവിയെടുത്ത് ഇതുപോലെ ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ 2 തവി ഒഴിച്ചു കൊടുക്കാം. ഇല്ല നിങ്ങൾക്ക് കുഞ്ഞു മതിയെങ്കിൽ 1 മതിയാവും. ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതിയേ. ഹൈ ഫ്ലെയിം ആക്കിയാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. വേഗമായി കിട്ടും, നമ്മൾ മുട്ട ചേർത്തിട്ടുള്ളതുകൊണ്ട് വേഗം കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ഗോതമ്പപ്പം എന്നും പറയാൻ പറ്റത്തില്ല, ഏകദേശം ഒരു പാൻ കേക്കും അല്ല. എന്നിട്ട് ഇതിൻ്റെ മേലെ സ്വല്പം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എണ്ണ അല്ലെങ്കിൽ നെയ്യ്, പിള്ളേർക്കാണെങ്കിൽ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. നമുക്കാവുമ്പം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എണ്ണ ബ്രഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പം ഇതിൻ്റെ നമ്മൾ ഈ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാമേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ചമ്മന്തിയോ കറിയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ കേട്ടോ. ഇനിയിപ്പം ഒന്നുമില്ലെങ്കിലും ചമ്മന്തിയോ കറിയോ ഒന്നുമില്ലെങ്കിലും അങ്ങനെയാണേലും നമുക്ക് കഴിക്കാൻ കേട്ടോ. അത്രയ്ക്ക് യമ്മിയായത്. നല്ല സോഫ്റ്റും ആയതുകൊണ്ട് പിള്ളേർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ഇപ്പോൾ ബേബികൾക്ക് കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം, അവർക്കും ഇഷ്ടപ്പെടും. കഴിക്കാൻ നല്ല സുഖമായിരിക്കും. അപ്പം നമ്മുടെ 2 ഭാഗം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാമേ. നല്ല സോഫ്റ്റാണ്. നമ്മുടെ ഗോതമ്പ് ദോശയുടെയോ അല്ലെങ്കിൽ ആ ഒരു പരുവൊന്നും അല്ല കേട്ടോ. ഞാനിത് കാണിച്ചു തരാം. നമ്മുടെ ഈ അപ്പം റെഡിയായി. ഞാൻ എത്ര സോഫ്റ്റാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മളിതിൽ മുട്ടയും ചേർത്തിട്ടുള്ളതുകൊണ്ട് അതുപോലെ സോഫ്റ്റാണ്. ഞാൻ വീണ്ടും പറയുന്നു, മുട്ട ചേർക്കാത്തവർക്കാണെങ്കിൽ തൈര് ചേർത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി രണ്ടാമത്തത്, ഇത് ശരിക്കൊരു അറബിക് പാൻ കേക്കാണ്, ചെബാബ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് പാൽ 1 കപ്പ് എടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ 1 കപ്പ് എടുക്കുക. പിന്നെ ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെയും ഞാൻ പറയുന്നു, മുട്ട ചേർക്കാത്തവരാണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഈസ്റ്റ്, ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുന്നത്, ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ സ്വല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് സ്വല്പം സാഫ്രൺ, കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുക. ഇതിൽ കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ സാരമില്ല, ഏലക്കാപ്പൊടി മാത്രം മതി കേട്ടോ. ആ ഒരു കളറ് വന്നത് കുങ്കുമപ്പൂ ചേർത്തുകൊണ്ടാണ്. കുങ്കുമപ്പൂ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിരിക്കുമല്ലോ. ശരിക്കും അറബിക് പാൻ കേക്കിൽ അത് ചേർക്കും. അപ്പോൾ നമുക്കതില്ലെങ്കിൽ ചേർക്കേണ്ട, കുഴപ്പമില്ല, ഏലക്കാപ്പൊടി മതി. പിന്നെ നമുക്കിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് മാവിട്ട് കൊടുക്കാം. മൈദമാവായാലും ഓക്കെയാണ്, ഗോതമ്പ് മാവായാലും ഓക്കെയാണ്. അപ്പം ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 കപ്പും കൂടെ, ഞാൻ അതേ പാലെടുത്ത കപ്പിൽ തന്നെ വെള്ളം ചേർക്കുന്നത്, ഒരു 1/2 കപ്പും കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു സ്മൂത്ത് ബാറ്ററായിട്ടാണ് വേണ്ടത്. അതുപോലെ ഒത്തിരി നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ട. എന്നിട്ട് ഇതിലേക്ക് സ്വല്പം എണ്ണ,
ഒരു ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം എണ്ണ ചേർക്കണമെങ്കിൽ ബട്ടറായാലും മതി, ഒരു ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറോ അല്ലെങ്കിൽ നെയ്യായാലും മതി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഈ ഒരു പരുവത്തിനുള്ള ബാറ്ററായി കിട്ടിയേ. ഇനി നമുക്ക് പാൻ ചൂടാക്കി നമ്മുടെ ഈ ചെബാബ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് തയ്യാറാക്കാം, നമുക്കാവുമ്പം ഇത്രയും വലുതായിട്ട് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കുന്നുള്ളതല്ലേ, ഇത് നമുക്ക് തേനിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം, നല്ല അടിപൊളിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ തൈരും തേനും കൂടെ ആയിട്ട് കഴിക്കാം, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ചെബാബ് റെഡിയായി. ഇതാണ് അടുത്തൊരു ഈസി പാൻ കേക്ക്. ഞാനിപ്പോൾ പിള്ളേർക്കും വലിയവർക്കും കഴിക്കാൻ പറ്റുന്ന പറയുന്നത്. അടുത്തത് നമ്മുടെ നീർദോശ എളുപ്പമല്ലേ. 2 കപ്പ് പച്ചരി കുതിർക്കുക വെള്ളത്തിൽ. കുതിർത്തൊരു 3-4 മണിക്കൂർ കുതിർത്ത ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുത്ത് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി നമുക്കിത് അരച്ചെടുത്തിട്ട് ഇതൊരു ബൗളിലേക്ക് പകർന്നിട്ട് ഇതിലേക്ക് 2 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ മിക്സർ ജാറിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത്, അതാണ് ഈ കളറ് കാണുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് വെള്ളമായിട്ടല്ലേ ഇരിക്കുന്നതെന്ന് ഓർത്ത് ഒത്തിരി ഉപ്പ് ചേർക്കേണ്ട, വെള്ളമായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. നമുക്ക് ഉടനെ തന്നെ നമ്മുടെ നീർദോശ തയ്യാറാക്കാം. പലർക്കും പാലാടയും നീർദോശയും തമ്മിൽ കൺഫ്യൂഷനുണ്ട്. പാലാടയിൽ നമ്മൾ മുട്ട ചേർക്കും, സ്വല്പം ചോറും കൂടെ ചേർക്കും. ഇതിൽ നമ്മൾ രണ്ടും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി. ഇത്രയും ലൂസായിരിക്കണേ. എന്നിട്ട് ഈ ഒരു ബാറ്റർ എടുത്ത് പാൻ നന്നായി ചൂടാക്കിയിട്ട്, നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത്, കാസ്റ്റ് അയൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായി എണ്ണ തടവി അത് സീസൺ ചെയ്ത് വെക്കണേ. അപ്പം ഇതുപോലെ ഒഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓട്ടകൾ കാണാം, നെറ്റ് പോലെ. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. നമ്മൾ എണ്ണ ഇതൊന്നും തൂക്കേണ്ട കാര്യമില്ല നോൺ സ്റ്റിക്ക് ആവുമ്പം. അപ്പം നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ തയ്യാറാക്കുക. ഇത് റെഡി ആകുമ്പോൾ തന്നെ വിട്ടുവരും, വേറെ എക്സ്ട്രാ എണ്ണയോ ഒന്നും തൂക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, നല്ല നെറ്റ് പോലെ വന്നു നമ്മുടെ നീർദോശ. അപ്പം അത്രയേ ഉള്ളൂ. ഈ നീർദോശയും ഇതുപോലെ ചമ്മന്തിയോ എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പിള്ളേർക്കും വലിയവർക്കും അപ്പോൾ കഴിക്കാൻ പറ്റിയ തരത്തിലുള്ള റെസിപ്പീസാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.